എല്ലാവർക്കും വായനശാലയുടെ പുതുവത്സരാശംസകൾ. ഇക്കഴിഞ്ഞ ഡിസംബർ 30-ന് ഞങ്ങളൊരു യാത്ര പോയി. അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. നന്നെ രാവിലെ പടിഞ്ഞാറ് അസ്തമിക്കുന്ന പൂർണ്ണചന്ദ്രനെ കണ്ണിറയെ കണ്ടുകൊണ്ട് ആണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. കർണാടകത്തിലെ ചിക്കമംഗളൂർ ജില്ലയിലെ ബെല്ലാളരായന ഗുഡ്ഡെ അഥവാ ബെള്ളായരായന ബെട്ട. ഈ ഗുഡ്ഡെ ബെട്ട എന്നൊക്കെ പറഞ്ഞാൽ മല, കുന്ന് എന്നൊക്കെയാണ് അർത്ഥം. അവിടേക്ക് ട്രെക്കിങ്ങിന് പോകാനുള്ള ഒരു യാത്രയായിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 6 മണിക്കൂർ വേണം അവിടെ എത്താൻ. ചിക്കമംഗളൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാട്ടെ 50 കിലോമീറ്റർ ഉണ്ട്. ഇനി ഞങ്ങൾ ഹാസനിൽ നിന്ന് പുറപ്പെട്ടത് കാരണം 2 മണിക്കൂർ യാത്രയെ വേണ്ടി വന്നുള്ളൂ. കൊയ്ത്തിന് റെഡിയായ സ്വർണ്ണക്കതിർ നിറഞ്ഞ നെൽപ്പാടങ്ങൾ താണ്ടി കാപ്പിയുടെ നാട് എന്നറിയപ്പെടുന്ന ചിക്കമംഗളൂരിലേക്ക് പാത പതിയെ കയറി തുടങ്ങി. നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ കിഴക്കുവശം എന്ന് വെച്ചാൽ ദ ഈസ്റ്റേൺ സൈഡ് ഓഫ് വെസ്റ്റേൺ ഘട്ട്. നമ്മൾ കേരളീയർക്ക് മലയിൽ ഉദിച്ച് കടലിൽ അസ്തമിക്കുന്ന ആളാണല്ലോ സൂര്യൻ. നമ്മുടെ ആ മലയുടെ അപ്പുറത്തുള്ളവർക്ക് കടലിൽ ഉദിച്ച് മലയിൽ അസ്തമിക്കുന്ന ആളും. മൂപ്പരങ്ങനെ ഉദിച്ചു വരുമ്പോഴേക്ക് കാപ്പിത്തോട്ടങ്ങൾ ഒരുപാട് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. കാപ്പിത്തോട്ടങ്ങൾക്ക് തണലേകാൻ കവുങ്ങും സിൽവർ ഓക്കുകളും ഇടയിൽ നീണ്ടു നിവർന്നു നിൽക്കുന്നുണ്ട്. കാപ്പിക്ക് അധികം വെയിൽ വേണ്ട. ഈ കവുങ്ങിലും ഓക്കിലും കുരുമുളക് വള്ളി പടർത്തി പല പല വിളകളിലൂടെ പിടിച്ചു നിൽക്കുന്ന ബുദ്ധിയുള്ള കർഷകരാണിവിടെ. കാപ്പിച്ചെടിയൊക്കെ നല്ല ചുവന്ന ബെറികൾ അള്ളിപ്പിടിച്ച ശിഖരങ്ങളുമായി നിൽക്കുന്നു. അതിലൂടെ പ്രഭാതരശ്മികൾ മഞ്ഞിനെ ഓടിക്കുന്ന കാഴ്ച എന്ത് രസമാണെന്നോ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ചിത്രമാണ് കേട്ടോ. ഈയിടെയായി ബാംഗ്ലൂരിൽ നിന്ന് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും വലിയ ഹോട്ടലുകളൊന്നുമില്ലാത്ത ഒരിടമാണിത്. കൊട്ടിഗെഹാരയിലെ ചായപ്പീടികളിൽ പലഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ബിസ്ക്കറ്റോ ചിപ്സോ ബ്രെഡോ തിന്ന് വയറ് നിറയ്ക്കേണ്ടി വരും. ഞങ്ങൾ കൊട്ടിഗെഹാരയിൽ നിന്ന് പ്രാതൽ കഴിച്ചു. നല്ല ഉശിരുള്ള ടൊമാറ്റോ റൈസ് ചൊകന്ന് എല്ലാവർക്കും പിടിച്ചു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മുന്നേ ഓവർടേക്ക് ചെയ്തു പോയ ഒരു ജീപ്പ് അത് ആക്സിഡൻ്റായി കിടക്കുന്നു. നിറയെ വളവുകളുള്ള മലമ്പാതയാണ്. ഞങ്ങളും സഹായിക്കാനിറങ്ങി. കല്യാണ ജീപ്പായിരുന്നു അത്. ജീപ്പിലുണ്ടായിരുന്ന കല്യാണച്ചെക്കനും പിന്നെ ഒരു സ്ത്രീക്കും നന്നായി തട്ടി. ഹെഡ് ഇഞ്ചുറി ആയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മുറിവുകളാണ്. അതിലെ വന്ന മറ്റൊരു കാറിൽ അവരെ ആശുപത്രിയിലേക്ക് അയച്ചു. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എതിരെ വന്ന കാറ് നിയന്ത്രണം വിട്ട് റോഡും കഴിഞ്ഞ് മണ്ണിലേക്ക് വെട്ടിച്ചിറക്കിയ ആ ജീപ്പിനെ കൊണ്ടുപോയി ഇടിച്ചതാണ്. കാറിൻ്റെ ഡ്രൈവറാണെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നിലിരുന്ന് ഒരു 6-7 വയസ്സുള്ള കുട്ടി ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പ്ലാസ്റ്റിക് കവർ എടുത്തു കൊടുത്ത് തിരിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൺട്രോൾ വിട്ടുപോയതാണ്. അതൊരു വളവായിരുന്നു. ആക്സിലറേറ്റർ ചവിട്ടി ബ്രേക്കിന് പകരം അങ്ങനെ കാറ് പോയി ഇടിച്ചതാണ്. എഞ്ചിനീയറായ കാറുടമസ്ഥനും നാട്ടിൻപുറത്തുകാരനും വിദ്യാഭ്യാസം അധികം ഇല്ലാത്തവനുമായ ആ ജീപ്പ് ഉടമസ്ഥനും എത്ര ശാന്തമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് അത്ഭുതകരമായിട്ടുള്ളൊരു വസ്തുതയായിരുന്നു. അതുപോലെ ആ കുട്ടികൾ, കാറിലിരുന്ന കുട്ടികൾ നന്നായി തട്ടിയെങ്കിലും അവർക്ക് പലർക്കും പരിക്കുണ്ടെങ്കിലും എത്ര മനസാന്നിധ്യത്തോടെയാണ് അവിടെ ഇരുന്നതെന്ന് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് ചുറ്റിനുമെന്നറിയോ. പിക്ചറസ്ക് എന്ന് പറയില്ലേ, അതുമാതിരി. കാറിൽ ഒരുപാട് ദൂരം പോയതിന് ശേഷം 1.5 കിലോമീറ്ററോളം കാറ് പോവാത്ത വഴിയുണ്ട്. അവിടെ ഓട്ടോറിക്ഷയിൽ പോകണം. ഞങ്ങളുടെ ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് പോകുമ്പോൾ ഓട്ടോ കിട്ടിയതെന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സിലായി. തിരിച്ചു വരുമ്പോൾ നടന്നാണ് വന്നത്. ഓട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ തിരിച്ച് ഇങ്ങോട്ടും നടന്നു തന്നെ വേണം. നടപ്പാത മാത്രമേ ഉള്ളൂ. അതും ചെരിവും ഇറക്കവും കയറ്റവുമായി ഒറ്റയടിപ്പാത. ദൂരെ കാണുന്നില്ലേ, അങ്ങകലെ ആ മലയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അതിൻ്റെ ഉച്ചിയിലെത്തണം. ഞങ്ങൾ ഓട്ടോ ഇറങ്ങി അടുത്തുള്ള വ്യൂ പോയിന്റിലേക്ക് കയറി. ഹോ, കൊക്കയാണ് കേട്ടോ. സ്റ്റീപ്പായിട്ട് കുത്തനെയുള്ള ഇറക്കം. കണ്ട പേടിയാവും. കുഞ്ഞ സോളച്ചെടികൾ പോലെ താഴെ കാണുന്നത് വൻമരങ്ങൾ ഇടതിങ്ങിയ കാടാണ്. ആ സൈഡിലൂടെ വക്കത്തുള്ള ചെടികളിലൊക്കെ തത്തിക്കളിക്കുന്ന പൂമ്പാറ്റകളെ കണ്ടപ്പോൾ അവർക്ക് എന്തൊരു ധൈര്യമാണെന്ന് തോന്നിപ്പോയി എനിക്ക്. നോക്കൂ, ഗൂഗിൾ മാപ്പിൽ കാണുന്ന പോലെയില്ലേ ആ ചെടികൾ, മരങ്ങൾ, കനോപ്പി. ഈ വ്യൂ പോയിന്റിൽ നിന്ന് വലതുവശത്തേക്ക് ആ കാണുന്ന മലയിലേക്ക് ഒരു നടപ്പാതയുണ്ട്. അത് താരതമ്യേന ചെറിയ ഒരു വഴിയാണ്. അതല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ഒരു മലയുടെ മുകളറ്റമുണ്ട്. നോക്കൂ, ഒരു മുനമ്പ് കാണുന്നില്ലേ?
അവിടേക്കാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നല്ലൊരു ഫോട്ടോയ്ക്ക് വേണ്ടി കുറച്ച് ശ്രമിച്ചു. മാറി മാറി എടുത്തെങ്കിലും അത്ര കേമായി വന്നില്ല. ഒരുപക്ഷെ ആ കൊക്കയുടെ സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി കിട്ടുമായിരുന്നു. ഈ ഫോട്ടോ തിരക്കിടില്ല. നോക്കൂ, ക്രിസ്മസ് അപ്പൂപ്പന് ഇക്കഴിഞ്ഞ ഡിസംബറിൽ അത് കൂടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി മരക്കൊമ്പിൽ കുടുങ്ങിയ മാതിരി ഉണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ. പക്ഷെ പോസ്റ്റ് ചെയ്ത് തന്നില്ല. നന്നായി പോസ്റ്റ് ചെയ്ത് തന്ന ചെമ്പരത്തി വർഗത്തിൽപ്പെട്ട ഒരു പൂവിൻ്റെ ആണെങ്കിലോ നല്ല ഫോട്ടോ കിട്ടിയതുമില്ല. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വെയിൽ കാരണം ഒന്നും കാണാനില്ലായിരുന്നു. ഞങ്ങൾ വീണ്ടും കുറച്ച് നടന്നു. അവിടെ അതാ നല്ല ഭംഗിയുള്ളൊരു ഡെസ്കും ബെഞ്ചും ഉണ്ട്. അവിടെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. ഇവിടെ നോക്കൂ, ഈ കരിയിലകൾ വീണ് വഴുക്കുന്ന പാതയാണ്. ഇതുകൊണ്ട് ഒരു ട്വിസ്റ്റ്, എനിക്കിതൊരു ട്വിസ്റ്റായി തോന്നിയതുകൊണ്ട് എടുത്തു. നോക്കൂ, മോസസ് ആൻഡ് ഫേൺസ് എന്ന താഴ്ന്ന വർഗത്തിൽപ്പെട്ട മരങ്ങളിൽ നിറയെ എപ്പിഫൈറ്റുകളായി കടന്നുകൂടിയ ചെടികൾ തോരണങ്ങളായി നിൽക്കുകയാണിവിടെ. ചെറിയൊരു നീരുറവ കണ്ടോ? ബെല്ലാൽ രായന ബെട്ട. ഇത്ര നേരം സ്റ്റീപ്പായിട്ടുള്ള കയറ്റായിരുന്നു. കാനന പാത. അപ്പം അതെങ്ങനെ പോകണം. ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടയുണ്ടെന്ന് പോലും. ശരിക്കും മതിയായി. ഇതുവരെ നിഴലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ച് മേഘം വന്ന് ഞാൻ കരയാൻ തുടങ്ങുമായിരുന്നു. ഹിമാലയം പോലെ ഉണ്ടല്ലേ. എവിടേക്കോ കണ്ണ് കാണില്ല കേട്ടോ. ഇനി അവിടെ പോകാനുണ്ടത്. ആ വഴി കാണണം. കോട്ട അതിക്കാണ് ഇങ്ങോട്ട് പോകുന്നത്. കോട്ട കാണാനാണ് പോകുന്നത്. സത്യത്തിൽ കോട്ട കാണാനല്ല പോകുന്നത്. അയ്യോ, ആ കൊക്ക നോക്കൂ അപ്പുറത്ത്. നല്ല രസമുണ്ട് ഇത്. എന്തുകൊണ്ട്? മേഘം ഉള്ളതുകൊണ്ട്. ഭയങ്കര വെയിലല്ലെങ്കിൽ അയ്യോ, ഒരു തുമ്പ ഉണ്ടോ? തുമ്പേനെയൊക്കെ സമ്മതിക്കണം ഈ വെയിലത്തൊക്കെ നിൽക്കാനേ. അതിന് നിറയെ രോമാണ് മേത്തൊക്കെ. കണ്ട, 2 സൈഡിലുണ്ട്. അതിൻ്റെയൊക്കെ ഡീപ്പ് സങ്കൺ സ്റ്റൊമാറ്റൊക്കെ ആയിരിക്കും ചിലപ്പം. ഇങ്ങനത്തെ സീറോഫൈറ്റിക് കണ്ടീഷനിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ളതല്ല. രോമാവൃതമായ ബോഡി. പക്ഷെ സംഭവം തുമ്പ് തന്നെയാണ്. ഒരു ജാതി മണം. ഇകളെയൊക്കെ സമ്മതിക്കണം. എല്ലാത്തിനും നിറയെ രോമാണ് കേട്ടോ. സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാൾവേസി ഫാമിലിയിൽ, അതായത് നമ്മുടെ ചെമ്പരത്തി കുടുംബത്തിലൊരു ചെടി മാത്രം ഈ അടുത്ത് താഴെ കാട് വരെ ഞാൻ കണ്ടു. ഇവിടെ ഇല്ല. അത് മാത്രം പ്ലെയിനാണ്. അങ്ങനെ ഹെയറി ബോഡിയൊന്നുമല്ല. മറ്റേത് നിൽക്കാൻ പറ്റില്ല ഇവിടുത്തെ കാറ്റിലും. കണ്ടില്ലേ വെയിൽ വരുന്നത്? കണ്ടോ, ഇവിടെ 2 ചെറിയ മരങ്ങൾ. ഇവിടെ ഹൈറ്റിലേക്ക് പോകുന്തോറും മരങ്ങളുടെ ഹൈറ്റ് കുറയും. എലിവേഷനിലേക്ക് പോകുമ്പോഴേക്കും മരങ്ങളുടെ ഹൈറ്റ് കുറയും. കാരണം അവർക്ക് കാറ്റിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ആ വലിയ കാറ്റിൽ. പിന്നെ ഈ കാണുന്ന ഇടയിലുള്ള മരങ്ങളില്ലേ, ചോലവനങ്ങൾ എന്ന് പറയും നമ്മൾ, ഷോലെ ഫോറസ്റ്റ്. ഷോലെ ഫോറസ്റ്റ് സാധാരണ ഇതിൻ്റെ ഈ പുൽമേടിൻ്റെയും ഇതെല്ലാം നോക്കുക. അവിടെ ദൂരുന്നുണ്ടോ പശുക്കൾ പുല്ല് മേയുന്നത്? ഇവിടെ വരുന്ന വഴിക്കൊക്കെ ചാണകം ഉണ്ടായിരുന്നു. ചോലവനങ്ങളിലെ ജൈവ വൈവിധ്യം എടുത്തു പറയുന്നതാണ്. കാരണം പുൽമേട്ടിലേക്ക് ഇങ്ങോട്ടും അങ്ങോട്ട് അതിൻ്റെ നടുവിലൂടെ ചെറിയ സ്ട്രീംസും അരുവികളും ഒഴുകുന്നുണ്ടാവും. അവിടേക്കും എല്ലാം അഡാപ്റ്റഡ് ആയിട്ടുള്ള പലതരം ജീവികൾ. അതുമാത്രമല്ല വന്യമൃഗങ്ങൾ, വെള്ളം കുടിക്കാൻ വരുന്ന എല്ലാം ഉണ്ടാവും. ഇതാണ് കോട്ട. കാണുന്നുണ്ടോ? പക്ഷെ രസമുണ്ട് സംഭവം. ഇതിങ്ങനെ കയറി കഴിയുമ്പോൾ എന്തോ ഒരു ഫീല്. നമ്മൾ തീരെ പറ്റില്ല, ഇനി ഒരടി നടക്കാൻ വയ്യ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കയറുക. പക്ഷെ കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ നന്നായി വന്നതെന്ന് തോന്നും. അതാണ് അതിൻ്റെ രസം. കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നീയായി മണക്കുന്ന തിങ്ങേറി. ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്കൊക്കെ പശുക്കാട്ടുണ്ടെന്ന്, ചാണകം അപ്പോൾ പശുക്കൾ നിത്യം വരുന്നൊരു സ്ഥലത്ത് ഈ ചെടി കണ്ടോ, ഈ ചെടി വളർന്നു നിൽക്കുന്നു.
പിന്നെ തുമ്പ പോലത്തെ ഒരു ചെടി ഉണ്ടെന്ന് പറഞ്ഞു, അതാ ചാണകം. അപ്പോൾ ഈ ചെടിയും വളർന്നു നിൽക്കുന്നു. ഈ പുല്ല് തിന്നാനാണ് പശുക്കൾ വരുന്നത്. ഇതും നമ്മുടെ മറ്റു ചെടിയും ഇതും പശുവിന് വേണ്ട, അതുകൊണ്ടാണ് അതിങ്ങനെ വളർന്നു നിൽക്കുന്നത്. സിമ്പിൾ. ഇവിടെ മേഘമുള്ളത് കൊണ്ട് മൂടി കിടക്കണം, എന്നാലും നിങ്ങൾക്ക് കാണാനുണ്ടാവും തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന്. ഇപ്പം മനസ്സിലായില്ലേ? അവിടെ ദൂരെ പശുക്കൾ വരുന്നുണ്ട് ഒരു വരിയായിട്ട്. ഇവരിങ്ങനെ നടന്നു പോയിട്ടുണ്ടായ തട്ടുകളാണിത്, നടപ്പാതകളാണ്. നോക്കൂ, അപ്പുറത്തും ദൂരെ പശുക്കൾ മേയുന്നതൊക്കെ വരികളിലായിട്ടാണ്. ഇതുണ്ടോ, വരി വരിയായി വരുന്നു. ദൂരെ അവിടെയുണ്ട്. എൻ്റെ ക്യാമറയ്ക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല. ഏറ്റവും മുകളിലാണിത്. കണ്ടോ, കോട്ടയാണ്. കോട്ടേൻ്റെ ചുമരുമ്മലാണ് ഇരിക്കുന്നത്. കണ്ടോ കോട്ട അപ്പുറത്ത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞേ ഈ പ്ലാന്റ് ഉണ്ട്. നോക്കൂ, ഇത് മാൾവേസി, അതായത് ചെമ്പരത്തിയുടെ ഫാമിലിയാണോ? ഇത് എങ്ങനെ ഇവിടെ നിൽക്കുന്നു? ഇതിന് ചെറിയതായിട്ട് ഹെയർ ഉണ്ട് കേട്ടോ, വളരെ ചെറുതായിട്ട്. പക്ഷേ മറ്റ് പ്ലാന്റ്സിനൊക്കെ വലിയ ഹെയറാണ്. നോക്കോളൂ, ഇതിന് ചെറിയ നനുത്ത രോമാണ്. ഇവിടെ ഒരു ബുഷുണ്ട്. ഇതുണ്ടോ, എന്തോരം. ഇത് പൂവാണോ കായാണോ? ഇത് മുള്ളാണ്. ഇത് മുള്ളാണ് കേട്ടോ. ഇതിനെ തിന്നാൻ ഒരു വലിയ സസ്തനിക്കൊന്നും പറ്റില്ല. ഇതുണ്ട് ചെറിയ ചില ഷഡ്പദങ്ങൾ അതിനെ തിന്നുന്നുണ്ട്. ഇതാണ് ഫേൺ. നിങ്ങൾക്കറിയോ, ടെറിഡോഫൈറ്റ് ഫേൺ. ഇതിൻ്റെ തലപ്പൊക്കെ മടങ്ങിയിരിക്കുന്നില്ലേ, സിർസിനേറ്റ് വെർനേഷൻ എന്നൊക്കെ പറയും. അതൊരു കണ്ടോ, ഈ ഇല വിരിയുന്നത് ഇങ്ങനെയാണ് ഫേണിൽ. ഇത് നിവർന്നിട്ടാണ് ഇങ്ങനെ വരുന്നത്, ചുരുണ്ട ഇലകൾ. അയ്യോ, എന്തൊരു, അത് പതുക്കെ തട്ടിയിട്ടേ ഉള്ളൂ, നല്ല ചൊറിച്ചിൽ. ഇത് കണ്ടോ നിങ്ങൾ, ഈ പ്ലാന്റ് മുള്ളോട് മുള്ള്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തതൊക്കെ. കാരണം ഇവിടെ നിൽക്കാൻ നല്ല ചിലവാണ്. ഇങ്ങനത്തെ കണ്ടീഷനിലൊന്ന് വളർന്നു കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മുള്ളൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ വന്ന് വല്ലവരും കടിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ വളരെ ചിലവുള്ള കാര്യമാണത്. അത് നടപ്പാവുന്നതല്ല, അപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ പല പ്ലാന്റിലും, ഇപ്പോൾ ഈ പ്ലാന്റിന് നമ്മൾ നോക്കുമ്പോൾ കാണത്തക്ക ഒരു പ്രൊട്ടക്ഷനും ഇല്ല. പക്ഷേ ഇതിൻ്റെ രുചി ഒരു പക്ഷേ ഇതിൽ ചിലപ്പം വല്ല ആൽക്കലോയിഡോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഇതിൻ്റെ രുചി. അതല്ലെങ്കിൽ വല്ല സ്ലൈമി മ്യൂക്കസ്. നോക്കട്ടെ, മ്യൂക്കസ് ഉണ്ട്. ഇങ്ങനത്തെ നോക്കാൻ എനിക്ക് ഇത്തിരി പേടിയുണ്ട്. ഇപ്പം ആ മുള്ളു കൊണ്ടിട്ട് നല്ല റിയാക്ഷനാണ്. ചെറുതായിട്ട് മ്യൂക്കസ് ഉണ്ട്. മണം. ആ മണം കാരണമാണ് ഇതിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അത് പശുക്കൾ തിന്നൂലേ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് നല്ല അലർജിക് ആയിട്ടുള്ള നിറയെ കുത്തുന്ന രോമങ്ങളുള്ള ആ ചെടി, അത് ഈ വഴിക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് കൂടെ പോകുമായിരുന്നു? പശുക്കൾ എങ്ങനെ ഇത് കൂടെ പോകും? അപ്പോൾ അത് ഇല്ലാത്ത വഴിക്ക് പശു പോയി വഴി ഉണ്ടായതാണിത്.